1950 മുതലുള്ള ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വളർച്ചയെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും അത് ഇന്ത്യ എങ്ങനെയാണ് തരണം ചെയ്തതെന്നുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇന്ത്യ റിപ്പബ്ലിക്കായി വെറും 6 വർഷം കഴിഞ്ഞ് 1956 ഇന്ത്യയിലെ ഗവേഷകർ ശരിക്കും ഒരു റെക്കോർഡ് തന്നെ ഉണ്ടാക്കി. ഏഷ്യയിലെ ഒരു രാജ്യത്തെയും ഗവേഷകർക്ക് നടത്താൻ സാധിക്കാതിരുന്ന ഒരു റെക്കോർഡായിരുന്നു അന്ന് ഇന്ത്യക്കാർ സ്ഥാപിച്ചത്. വെറും 15 മാസങ്ങൾ കൊണ്ട് ഇന്ത്യൻ ഗവേഷകർ ഹോമി ജെ ബാബയുടെ നേതൃത്വത്തിൽ ഒരു ആണവ റിയാക്ടർ ഉണ്ടാക്കി, അപ്സര റിയാക്ടർ. ഏഷ്യയിൽ ഒരു രാജ്യത്തിനും അത്തരത്തിലുള്ള ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആണവ റിയാക്ടറിന് ആവശ്യമായിട്ടുള്ള യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്തിയത് അന്ന് UK ആയിരുന്നു. UKയുടെ സഹായത്താൽ നമ്മൾ ഒരു വലിയ റെക്കോർഡ് തന്നെ സ്ഥാപിച്ചു. അത് പിന്നീട് ഇന്ത്യയുടെ തന്നെ മെഡിക്കൽ അഗ്രികൾച്ചർ മേഖലയിലുള്ള ഗവേഷണങ്ങൾക്ക് ഒരുപാട് സഹായപ്രദമായി മാറി. പിന്നീട് ഇന്ത്യ ലോകത്തിൻ്റെ തന്നെ ഒരു ഡ്രഗ് ഫാക്ടറിയായി മാറിയതിൽ ഈ പരീക്ഷണത്തിന് വലിയ പങ്കുണ്ട്. 1958 DRDO അല്ലെങ്കിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ സ്ഥാപിച്ചു. ഈ ഒരു സ്ഥാപനത്തിൻ്റെ അണ്ടറിൽ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് മിലിറ്ററി വെപ്പണുകൾ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. APJ അബ്ദുൽ കലാമിനെ പോലെ പ്രഗത്ഭരായിട്ടുള്ള അനവധി ഗവേഷകർ DRDOയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1962 ഇന്ത്യ ഇൻകോസ്പാർ സ്ഥാപിച്ചു. ഇൻകോസ്പാർ എന്ന് പറഞ്ഞാൽ അധികം പേർക്കും അറിയില്ല. എന്നാൽ ഇസ്രോ അതുമല്ലെങ്കിൽ ISRO എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. ISROയിലൂടെ ഇന്ത്യക്ക് ഒരുപാട് സ്പേസ് മിഷനുകൾ നടത്താൻ പിന്നീട് സാധിച്ചു. ഇൻകോസ്പാർ ഒരു തുടക്കം മാത്രമായിരുന്നു. ആ ഇൻകോസ്പാറാണ് പിന്നീട് പേര് മാറ്റി ഇസ്രോ ആയിട്ട് മാറിയത്. നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു കൊച്ചു ഗ്രാമമായ തുമ്പയിൽ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ആരംഭിച്ചു. വെറും ഒരൊറ്റ വർഷം കൂടി കഴിഞ്ഞ് 1963 തുമ്പയിലെ ആ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്ന് ആദ്യത്തെ റോക്കറ്റ് ആകാശത്തേക്ക് കുതിച്ചുയർന്നു. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ വിക്ഷേപിച്ച ഒരു റോക്കറ്റായിരുന്നു, ഒരു സൗണ്ടിങ് റോക്കറ്റ്, നൈക് അപ്പാച്ചെ. ഇന്ത്യയുടെ മാത്രം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു റോക്കറ്റല്ല. ആ റോക്കറ്റ് ശരിക്കും നിർമ്മിച്ചു തന്നത് അമേരിക്കയും സോവിയറ്റ് യൂണിയനുമായിരുന്നു. ഒരു സാറ്റലൈറ്റിനെ ആകാശത്തേക്ക് വിക്ഷേപിക്കാൻ വേണ്ടി ആയിരുന്നില്ല അന്ന് ആ റോക്കറ്റ് ഉപയോഗിച്ചത്, മറിച്ച് അതൊരു പരീക്ഷണമായിരുന്നു. നമ്മുടെ അന്തരീക്ഷത്തെക്കുറിച്ച്, കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം. ഈ റോക്കറ്റ് ആകാശത്തേക്ക് ഉയർന്നതിന് ശേഷം സോഡിയം വേപ്പർ ക്ലൗഡ് ഉണ്ടാക്കി. ആ ക്ലൗഡിലൂടെയാണ് കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്താൻ കഴിഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ ഈ കാലഘട്ടത്തിൽ വൈറലായിട്ടുള്ള ചില ദൃശ്യങ്ങളുണ്ട്. ഒരു സൈക്കിളിൻ്റെ പിന്നിൽ റോക്കറ്റിൻ്റെ പല ഭാഗങ്ങൾ വെച്ച് കെട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ. ശരിക്കും അന്ന് ആദ്യമായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ഈ റോക്കറ്റിനെയാണ് സൈക്കിളിൽ കൊണ്ടുപോയത്. കാരണം ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരു വാഹനത്തെ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. വാഹനം ഓടിച്ചുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് വളരെ ചിലവേറിയ ഒരു ദൗത്യമാണ്. സൈക്കിൾ ധാരാളമായിട്ടുണ്ട്, കൂടാതെ ഈ റോക്കറ്റിൻ്റെ പാർട്ടുകളൊക്കെ ചെറുതുമാണ്. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ സൈക്കിൾ ഇത് കൊണ്ടുപോയത്. അന്ന് ഈ റോക്കറ്റ് വിക്ഷേപിച്ച ഓഫീസ് അതൊരു ഓഫീസേ ആയിരുന്നില്ല, അത് സെൻറ്റ് മേരി മഗ്ദലീൻ ചർച്ചായിരുന്നു, നമ്മുടെ തുമ്പയിൽ തന്നെയുള്ള പള്ളി. ആ പള്ളിയോട് ചേർന്ന് തന്നെ ഒരു കാലിത്തൊഴുത്തുണ്ടായിരുന്നു. ആ കാലിത്തൊഴുത്തായിരുന്നു പ്രധാനപ്പെട്ട ലബോറട്ടറി. APJ അബ്ദുൽ കലാമിനെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള ഗവേഷകർ ആ ലബോറട്ടറിയിൽ ഇരുന്നാണ് ഓരോ ഗവേഷണങ്ങളും നടത്തിയിരുന്നത്. 1960കളിൽ ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങളാണ്. ഒരുപാട് കൃഷിയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ എത്ര കൃഷി ചെയ്തിട്ടും ഇന്ത്യയിലുള്ള ആളുകളെ തീറ്റിപ്പോറ്റാൻ ആവശ്യമായിട്ടുള്ള ഗോതമ്പോ അരിയോ ഇവിടെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വേറെ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. ജനസംഖ്യയും വർദ്ധിച്ചു വരുന്നു. അതൊരു വലിയ പ്രതിസന്ധിയാണ്. ഇന്ത്യക്ക് ഒന്ന് കരകയറണമെങ്കിൽ ഇവിടെ തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയാണ് നമ്മളെക്കൊണ്ട് സാധിക്കുന്നത്? അതിനുവേണ്ടി ഒരാൾ തുനിഞ്ഞിറങ്ങി. ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന MS സ്വാമിനാഥൻ. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല. അദ്ദേഹത്തോടൊപ്പം ലോകത്തിൻ്റെ തന്നെ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന നോർമാൻ ബോർലോങ്ങും ഉണ്ടായിരുന്നു. ആ പതിറ്റാണ്ട് ഇന്ത്യയിൽ ഒരു ചരിത്രം തിരുത്തിക്കുറിച്ച വിപ്ലവകരമായിട്ടുള്ള ഒരു പതിറ്റാണ്ടായിരുന്നു. അങ്ങനെ ഒരു പതിറ്റാണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഒരിക്കലും ഗതി പിടിക്കില്ലായിരുന്നു. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ഇന്ത്യ ലക്ഷക്കണക്കിന് ഡോളറുകൾ ചെലവഴിക്കേണ്ടി വന്നേനെ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ പിന്നീട് ഇന്ത്യക്ക് ആവശ്യമുള്ള വിളവ് മാത്രമല്ല ഉൽപ്പാദിപ്പിച്ചത്,
സർപ്ലസ് ആയിരുന്നു. മറ്റ് രാജ്യങ്ങളിലേക്ക് പോലും കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്ന അത്രയും അളവിൽ ഇവിടെ സാധനങ്ങൾ കുമിഞ്ഞുകൂടാൻ തുടങ്ങി. 1969 ഓഗസ്റ്റ് മാസം 15-ാം തീയതി, അതൊരു ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ആ വർഷം ഇൻകോസ് ബാർ മൊത്തത്തിൽ അഴിച്ചു പണിതു. ഇൻകോസ് ബാർ പിന്നീട് ഇൻകോസ് ബാർ അല്ലാതെയായി. അത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. അതിൻ്റെ പേര് തിരുത്തി പുതിയൊരു ഓർഗനൈസേഷൻ തന്നെ വന്നു, ഇസ്രോ അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. 1960-കൾ ഗ്രീൻ റവല്യൂഷൻ്റെ ആണെങ്കിൽ 1970 ആയപ്പോൾ ധവള വിപ്ലവം അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ്റെ കാലഘട്ടമായിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചത് ഒരു മലയാളിയാണ്, വർഗീസ് കുര്യൻ. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഡയറി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് അന്ന് അദ്ദേഹം നടത്തിയത്. അന്ന് അദ്ദേഹം തുടക്കം കുറിച്ച ആ സ്ഥാപനം ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് നിലനിൽക്കുന്നു. ഒരു ഗ്രാമത്തെ തന്നെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിച്ച ആ വ്യക്തിയുടെ പ്രോഡക്റ്റ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ആളുകൾ ഉപയോഗിക്കുന്നു. 1974 ഇന്ത്യയിൽ ഒരു വലിയ സ്ഫോടനം നടന്നു. അങ്ങ് രാജസ്ഥാനിലെ ഒരു മരുഭൂമിയായ പൊക്രാനിലാണ് ആ സ്ഫോടനം നടന്നത്. ഇന്ത്യക്കാർ അതിനെ പൊക്രാൻ 1 എന്ന് വിളിച്ചു. അവിടെ നിന്ന് കിലോമീറ്ററുകൾ അകലെ വരെ അതിൻ്റെ പ്രകമ്പനം കേൾക്കാൻ കഴിഞ്ഞിരുന്നു. ശരിക്കും ഭൂമിയുടെ പ്രതലത്തിലല്ല ആ സ്ഫോടനം നടന്നത്. പൊക്രാൻ എന്ന മരുഭൂമിയുടെ ഏകദേശം 100 മീറ്ററോളം താഴ്ചയിലുള്ള അഗാധമായ ഒരു ഗർത്തത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ ന്യൂക്ലിയർ ബോംബ് കൊണ്ടുപോയി വെച്ചു. നാഗസാക്കിയിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക കൊണ്ടുപോയിട്ട ഫാറ്റ്മാന് സമാനമായിട്ടുള്ള ഒരു ന്യൂക്ലിയർ ബോംബ്, ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ന്യൂക്ലിയർ ബോംബ്. അതൊരു പരീക്ഷണമായിരുന്നു. 8 മുതൽ 10 കിലോ ടൺ വരെ പ്രഹരശേഷി ആ ബോംബിനുണ്ടായിരുന്നു. ലോകം മുഴുവനും ശരിക്കും ഞെട്ടിപ്പോയി. ഇന്ത്യയെക്കൊണ്ട് അത് സാധിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ത്യ ലോകരാജ്യങ്ങളോട് പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ഈ പദ്ധതി ആവിഷ്കരിച്ചത്. ഇതൊരു പീസ് ന്യൂക്ലിയർ പ്രോഗ്രാമാണ്. സമാധാനം നിലനിർത്തിക്കൊണ്ട് മനുഷ്യന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം നടപ്പിലാക്കിയിട്ടുള്ള ഒരു പരീക്ഷണം. മൈനിങ് ഇൻഡസ്ട്രിയിൽ ഞങ്ങൾക്ക് ധാരാളമായിട്ട് ന്യൂക്ലിയർ ബോംബുകൾ വേണം. അത് പൊട്ടിച്ച് അവിടെ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഖനനം ചെയ്തെടുക്കാനുണ്ട്. പക്ഷേ ലോകരാജ്യങ്ങൾ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം ഇത് വളരെ ചരിത്രമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. അന്നേ വരെ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലുള്ള 5 അംഗങ്ങളല്ലാതെ വേറൊരു രാജ്യത്തിനും അത്തരത്തിലുള്ളൊരു പരീക്ഷണം നടത്താൻ സാധിച്ചിരുന്നില്ല. അതിനുള്ള ധൈര്യം ആരും കാണിച്ചിരുന്നുമില്ല. ഇതിനെ തുടർന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ബഹിഷ്കരിക്കാൻ തുടങ്ങി. ഇന്ത്യയെ ബാൻ ചെയ്യാൻ തുടങ്ങി. ഇനി ഒരു രീതിയിലുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റും ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു രീതിയിലുള്ള സഹായവും ഇന്ത്യക്ക് വേണ്ടി ചെയ്തു കൊടുക്കില്ല. ഇന്ത്യക്ക് പിന്നീട് അങ്ങോട്ട് ശ്വാസം മുട്ടാൻ തുടങ്ങി. ശരിക്കും വലിയ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രാജ്യങ്ങൾ ഒന്നാക്കി മാറ്റിയെടുക്കാൻ ആ ശ്വാസം മുട്ടലിന് ശരിക്കും സാധിച്ചിരുന്നു. അന്നേ വരെ പാകിസ്ഥാൻ എന്ന രാജ്യം ഒരു ന്യൂക്ലിയർ റിയാക്ടറിനെ കുറിച്ചോ ഒരു ന്യൂക്ലിയർ ബോംബിനെ കുറിച്ചോ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യയെക്കൊണ്ട് അത് സാധിക്കില്ല, ഇന്ത്യക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് പാകിസ്ഥാൻ കരുതിയിരുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ശത്രുവായി ഇന്ത്യ മാറിയിരിക്കുന്നുവെന്ന് പാകിസ്ഥാൻ ആ ഘട്ടത്തിൽ മനസ്സിലാക്കി. അതിനെ തുടർന്ന് അവർ സ്വന്തമായി ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റിസർച്ചുകൾ ആരംഭിച്ചു. ഒരു ബുദ്ധപൂർണിമ ദിനത്തിലാണ് ഇന്ത്യ പരീക്ഷണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണത്തിന് പൊക്രാൻ 1 എന്നതിനുപരിയായി സ്മൈലിംഗ് ബുദ്ധ അല്ലെങ്കിൽ ചിരിക്കുന്ന ബുദ്ധ എന്ന ഒരു പേര് കൂടി ഇന്ത്യക്കാർ ചാർത്തിക്കൊടുത്തു. 1975 ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് സാറ്റലൈറ്റിനെ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചു. ആര്യഭട്ട എന്നാണ് ആ സാറ്റലൈറ്റിൻ്റെ പേര്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു സ്പേസ് ക്രാഫ്റ്റിനെ ബഹിരാകാശത്തേക്ക് അയക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ്റെ കോസ്മോസ് 3M എന്ന റോക്കറ്റ് ഉപയോഗിച്ചിട്ടായിരുന്നു വിക്ഷേപണം നടന്നത്. 1979 തുമ്പയിൽ ഇന്ത്യക്ക് ഒരു വലിയ പരാജയം രുചിക്കേണ്ടി വന്നു. ഇന്ത്യ വളരെ അഭിമാനത്തോടു കൂടി നിർമ്മിച്ചു കൊണ്ടുവന്ന SLV-3 അല്ലെങ്കിൽ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ 3യുടെ പരീക്ഷണമാണ് വലിയ പരാജയമായി മാറിയത്. APJ അബ്ദുൽ കലാം അന്ന് ISROയുടെ ഭാഗമാണ്. ഈ ഒരു മിഷൻ്റെ കൂടി ഭാഗമായിരുന്നു. അദ്ദേഹത്തെ പോലും വേട്ടയാടിയ ഒരു വലിയ പരാജയമായിരുന്നു SLV-3. പക്ഷേ പരാജയമാണെന്ന് പറഞ്ഞ് അതിനെ തീർത്തങ്ങ് എഴുതി തള്ളാൻ സാധിക്കില്ല. ആ പരാജയം ശരിക്കും ഇന്ത്യക്കൊരു പാഠമാണ് നൽകിയത്. ആ പാഠത്തിലൂടെ റോക്കറ്റ് സാങ്കേതിക വിദ്യയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും റോക്കറ്റ് ലോഞ്ചിങ് മിഷനുകൾ കൂടുതലായി നടപ്പിലാക്കാനും ഇന്ത്യക്ക് സാധിച്ചു. പരാജയം നടന്ന് വെറും ഒരൊറ്റ വർഷം കഴിഞ്ഞ് 1980
ഇതേ സ്പേസ് ലോഞ്ചിങ് വെഹിക്കിൾ 3 അല്ലെങ്കിൽ SLV-3 ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തമായി ഒരു സാറ്റലൈറ്റിനെ ബഹിരാകാശത്തേക്ക് അയച്ചു. റോഹിണി എന്നാണ് ആ സാറ്റലൈറ്റിൻ്റെ പേര്. അന്നേ വരെ ചരിത്രത്തിൽ 5 രാജ്യങ്ങൾക്കേ സ്വന്തമായിട്ട് ഒരു റോക്കറ്റിനെ വിക്ഷേപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. 6ാമതായി പുതിയൊരു രാജ്യം കൂടി ഉയർത്തെഴുന്നേറ്റു. ഒരു വലിയ പരാജയത്തിൻ്റെ തൊട്ടു പിന്നാലെ ഉണ്ടായ ഒരു വലിയ വിജയം. ഈ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട APJ അബ്ദുൽ കലാം ആയിരുന്നു. 1983 ഇന്ത്യ ഒരു വലിയ പദ്ധതി മുന്നോട്ട് വെച്ചു. ഒരുപാട് മിസൈലുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി. IGMDP എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി പൃഥ്വി, അഗ്നി, ത്രിശൂൽ, ആകാശ്, നാഗ് മിസൈലുകൾ ഇന്ത്യ നിർമ്മിക്കും. അതാണ് തീരുമാനം. 1983 ആയപ്പോഴേക്കും ഇന്ത്യയുടെ വിജയം അങ്ങ് തെക്ക് അന്റാർട്ടിക്കയിൽ വരെ എത്തി. അന്റാർട്ടിക്കയിൽ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ ഒരു സയൻറ്റിഫിക് ബേസ് സ്റ്റേഷൻ സ്ഥാപിച്ചു. ദക്ഷിണ ഗംഗോത്രി എന്നായിരുന്നു ആ ഒരു ബേസ് സ്റ്റേഷൻ്റെ പേര്. പിന്നീട് അവിടെ നിന്നും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താനും ശാസ്ത്ര തിയറികൾ ഉണ്ടാക്കിയെടുക്കാനും ഇന്ത്യൻ ഗവേഷകർക്ക് സാധിച്ചു. 1984 ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ അങ്ങ് ബഹിരാകാശം വരെ പോയി. അദ്ദേഹത്തിൻ്റെ പേരാണ് രാകേഷ് ശർമ്മ. അന്ന് ഇന്ത്യക്ക് ഒറ്റയ്ക്ക് ഒരു മനുഷ്യനെ സ്പേസിലേക്ക് അയക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്താൽ അവരുടെ ഒരു സ്പേസ് ക്രാഫ്റ്റായ സോയൂസ് T1ൻ്റെ സഹായത്താലാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയത്. 1988 ഇന്ത്യ IGMDP പദ്ധതിയിലൂടെ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ആദ്യത്തെ പൃഥ്വി മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. പൃഥ്വി മിസൈലിൻ്റെ പ്രത്യേകത അത് ഒരു സർഫസ് ടു സർഫസ് മിസൈലാണെന്നുള്ളതാണ്. ഭൂമിയുടെ പ്രതലത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രതലത്തിലുള്ള മറ്റൊരു ഡെസ്റ്റിനേഷനെ അതിന് ആക്രമിക്കാൻ സാധിക്കും. അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ 1989 അഗ്നി മിസൈലും ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. അതൊരു മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായിരുന്നു. 1980കളുടെ അവസാനമൊക്കെ ആയപ്പോൾ ഇന്ത്യക്ക് ശരിക്കും ശ്വാസം മുട്ടി. ലോകരാജ്യങ്ങളൊക്കെ ഇന്ത്യയെ ബാൻ ചെയ്തിരിക്കുകയാണല്ലോ മുമ്പ് നടന്നിട്ടുള്ള സ്മൈലിംഗ് വിദ്യ പരീക്ഷണത്തിലൂടെ. അമേരിക്കയൊന്നും ഒരു രീതിയിലുള്ള ടെക്നോളജിയും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. പക്ഷേ ഇന്ത്യക്ക് അത്യാവശ്യമായി ഒരു സൂപ്പർ കമ്പ്യൂട്ടർ വേണം. സൂപ്പർ കമ്പ്യൂട്ടർ ഇല്ലാതെ നമുക്ക് നമ്മുടെ പരീക്ഷണങ്ങൾ നടത്താൻ സാധിക്കില്ല. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ നടത്താൻ സാധിക്കില്ല. ഇന്ത്യ ഇനി മുന്നോട്ട് പോകില്ല. ഇന്ത്യ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ അനിവാര്യമാണ്. അന്ന് ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയെടുക്കുന്നത് അമേരിക്കയാണ്. ക്രേ XMP എന്നാണ് അമേരിക്കയുടെ ആ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര്. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി അമേരിക്കൻ പ്രസിഡൻ്റായ റൊണാൾഡ് റീഗനോട് ആവശ്യപ്പെട്ടു, നിങ്ങളുടെ ക്രേ XMP ഞങ്ങൾക്ക് തരണം. അതിൻ്റെ മൂല്യമായിട്ടുള്ള 30 കോടി ഞാൻ നിങ്ങൾക്ക് കൈമാറാം. പക്ഷേ അത് തരാൻ അമേരിക്ക കൂട്ടാക്കിയില്ല. ഇന്ത്യക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ അനിവാര്യമാണ്. രാജീവ് ഗാന്ധി ഇന്ത്യയിൽ തന്നെ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ ചിന്തിച്ചു തുടങ്ങി. രാജീവ് ഗാന്ധി അന്ന് ഡോക്ടർ വിജയ് P. ഭട്കറിനെ കണ്ടു. വിജയ് P. ഭട്കർ IIT ഡൽഹിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ PhD ഒക്കെ കഴിഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിച്ചു, നമുക്ക് അത്തരത്തിലുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയുമോ? വിജയ് ഭട്കറിന് ഒന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എന്താണ് സംശയം? ഉറപ്പായിട്ടും നമുക്ക് അത്തരത്തിലുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കാം. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. രാജീവ് ഗാന്ധി ചോദിച്ചു, എന്താണ് പ്രശ്നം? പൈസയൊന്നും ഒരു പ്രശ്നമേ അല്ല. 30 കോടിയാണ് നമ്മൾ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത്. ആ 30 കോടി നമുക്ക് ഇതിലേക്ക് വക മാറ്റാം. പൈസയൊന്നുമല്ല പ്രശ്നം ഞാൻ ഇന്നേ വരെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറും കണ്ടിട്ടില്ല. വിജയ് P. ഭട്കർ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഒരു മനുഷ്യനും ഒരു സൂപ്പർ കമ്പ്യൂട്ടർ കണ്ടിട്ടില്ല. ബഹുഭൂരിപക്ഷം ആളുകളും ഒരു സാധാ കമ്പ്യൂട്ടർ പോലും ആ കാലഘട്ടങ്ങൾ കണ്ടിരുന്നില്ല. സ്വന്തം രാജ്യത്തിനു വേണ്ടി ആ സാഹസത്തിന് മുതിരാൻ ഡോക്ടർ വിജയ് P. ഭട്കറിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത വർഷമായ 1988 അദ്ദേഹം CDAC ആരംഭിച്ചു. പിന്നീട് CDACൻ്റെ പ്രവർത്തനം മുഴുവനും ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. 3 വർഷങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടി വന്നത്. 3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ലോകത്തിൽ തന്നെ ഏറ്റവും വേഗതയുള്ള 2ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കി. ഏറ്റവും വേഗതയുള്ളത് അമേരിക്കയുടെ കയ്യിലുള്ളതാണ്. അമേരിക്ക അത് 30 കോടിക്കാണ് വിൽക്കുന്നത്. എന്നാൽ അതിൻ്റെ വെറും 1/4 പൈസ കൊണ്ട് ഇന്ത്യ പരം 2000 ഉണ്ടാക്കി. പക്ഷേ ലോകരാജ്യങ്ങളൊന്നും അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അവർ പറഞ്ഞു, ഇന്ത്യ ബ്ലഫ് ചെയ്യുകയാണ്, ഇന്ത്യ പറ്റിക്കുകയാണ്, വിജയ് P. ഭട്കർ പറ്റിക്കുകയാണ്, ആരും അത് വിശ്വസിക്കരുത്. പിന്നീട് എന്താണ് വിജയ് P. ഭട്കർ ചെയ്തതെന്നറിയണോ? അദ്ദേഹം ഈ പരം 2000-ുമായിട്ട് നേരെ സൂറിച്ചിലേക്ക് പോയി.
അവിടെയുള്ള ഗവേഷകർക്കെല്ലാം നേരിട്ട് കാണിച്ചു കൊടുത്തു, ഇതാണ് ഞങ്ങളുടെ സൂപ്പർ കമ്പ്യൂട്ടർ, നിങ്ങൾക്കിത് പരിശോധിച്ച് നോക്കാം, ഇത് സൂപ്പർ കമ്പ്യൂട്ടർ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് വിലയിരുത്താം. അതുകൊണ്ടൊന്നും അദ്ദേഹം നിർത്തിയില്ല. തങ്ങളെ കുറ്റം പറഞ്ഞ, തങ്ങൾക്ക് സൂപ്പർ കമ്പ്യൂട്ടർ നിഷേധിച്ച അമേരിക്കയുടെ തലസ്ഥാനത്തേക്ക് വാഷിങ്ടൺ DC-യിലേക്ക് ഇതേ സൂപ്പർ കമ്പ്യൂട്ടറുമായി വിജയ് P. ഭട്കർ പോയി. അവിടെയുള്ള ഗവേഷകരുടെ മുൻപിൽ അദ്ദേഹം കാണിച്ചു കൊടുത്തു, ഇന്നേ വരെ സൂപ്പർ കമ്പ്യൂട്ടർ കണ്ടിട്ടില്ലാത്ത ഒരു ജനത സ്വന്തമായി ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിരിക്കുന്നു, അതും അമേരിക്കയുടെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ വിലയുടെ 1/4 മൂല്യത്തിൽ മാത്രം. ആ കാലഘട്ടത്തിൽ അമേരിക്കൻ പത്രമായ ന്യൂയോർക്ക് ടൈംസിൽ അച്ചടിച്ചു വന്ന ഒരു തലക്കെട്ട് ശരിക്കും ഇന്ത്യക്കാരെ രോമാഞ്ചം കൊള്ളിക്കുന്നതായിരുന്നു. ഡിനൈഡ് സൂപ്പർ കമ്പ്യൂട്ടർ, ആംഗ്രി ഇന്ത്യ ഡസ് ഇറ്റ്. സൂപ്പർ കമ്പ്യൂട്ടർ നിഷേധിച്ചു, കോപം കൊണ്ട ഇന്ത്യ സ്വന്തമായി ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയെടുത്തു. അതോടുകൂടി ലോകരാജ്യങ്ങൾക്ക് ക്രേ XMP വേണ്ടാതെയായി. കാരണം അതിൻ്റെ വെറും 1/4 മൂല്യത്തിൽ അവർക്ക് പരൻ 2000 മേടിക്കാൻ കഴിയും. ക്രേ XMP ലോകരാജ്യങ്ങൾക്ക് വേണ്ടാതായതോടുകൂടി അമേരിക്കയ്ക്ക് വേറെ മാർഗമൊന്നുമില്ലാതെ അതിൻ്റെ വില കുത്തനെ ഇടിക്കേണ്ടി വന്നു. അന്ന് ഇന്ത്യക്ക് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ നിഷേധിച്ചപ്പോൾ അമേരിക്ക സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല വെറും 3 വർഷങ്ങൾക്ക് ശേഷം അതിനേക്കാൾ മൂല്യം കുറവുള്ള മികച്ച ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഇന്ത്യ ഉണ്ടാക്കുമെന്ന്. അതിലൂടെ അമേരിക്കയ്ക്ക് കടുത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. അന്ന് ആ സൂപ്പർ കമ്പ്യൂട്ടർ ഇന്ത്യക്ക് വിറ്റിരുന്നെങ്കിൽ ഇന്ത്യ പരൻ 2000 ഉണ്ടാക്കില്ലായിരുന്നു. തോന്നിയ വിലയ്ക്ക് അവർക്ക് ക്രേ XMP വിൽക്കാമായിരുന്നു, കോടികൾ ഉണ്ടാക്കാമായിരുന്നു. ആ അവസരം അമേരിക്കയായിട്ട് തന്നെ നശിപ്പിച്ചു കളഞ്ഞു. 1994 ഇന്ത്യയുടെ അഭിമാനമായ PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വിജയകരമായി പരീക്ഷിച്ചു. പിന്നീടുള്ള പതിറ്റാണ്ടുകളോളം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വർക്ക് ഹോഴ്സായി PSLV പ്രവർത്തിച്ചു. 1999 കാർഗിൽ യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിൻ്റെ തുടക്കഘട്ടങ്ങളിലൊക്കെ ശരിക്കും ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നത് പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാൻ്റെ സേന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ്. അവിടെ നിന്നുകൊണ്ട് അങ്ങ് താഴ്വാരത്തിലുള്ള ഇന്ത്യൻ ആർമിയെ അവർക്ക് വളരെ ഈസിയായി ആക്രമിക്കാൻ സാധിക്കും. മലമുകളിലുള്ള പാകിസ്ഥാനെ ആക്രമിച്ച് കീഴടക്കുന്നത് വളരെ പ്രയാസവുമാണ്. അവിടെയുള്ള പാകിസ്ഥാൻ്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ GPS സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് അത് വളരെ ഈസിയായിട്ട് ഇന്ത്യക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയെ സഹായിക്കാൻ അമേരിക്ക കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, അവർ പൂർണ്ണമായിട്ടും അന്ന് സപ്പോർട്ട് ചെയ്തത് പാകിസ്ഥാനെയാണ്. ഇന്ത്യ ശരിക്കും ഒറ്റപ്പെട്ടു പോയി. അത് ഇന്ത്യക്കൊരു വലിയ പാഠമായിരുന്നു. ഒരു ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഒരിക്കലും അമേരിക്ക നമ്മളെ സഹായിക്കില്ല. അവരുടെ സാറ്റലൈറ്റുകൾ നമ്മളോട് ശത്രുക്കളുടെ പൊസിഷനുകൾ പറഞ്ഞു തരില്ല. GPS കൊണ്ട് അപ്പോൾ നമുക്കൊരു പ്രയോജനവും ഉണ്ടാകില്ല. അങ്ങനെ പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ഇന്ത്യ സ്വന്തമായി ഒരു GPS ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടിയുള്ള സാറ്റലൈറ്റുകളെ വിക്ഷേപിക്കണം. അന്ന് 1999 തന്നെ ഇന്ത്യ അത് ഉറപ്പിച്ചിരുന്നു. ആ യുദ്ധത്തിലും ഇന്ത്യക്ക് ഒരുപാട് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. യുദ്ധത്തിൽ പാകിസ്ഥാനെ ദാരുണമായി നശിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അന്ന് ഇന്ത്യയെ സഹായിച്ചത് മിറാഷ് 2000 ആണ്. ലേസർ ഗൈഡഡ് ബോംബുകളും ബോഫർ ഗണ്ണുകളുമൊക്കെ ഉപയോഗിച്ച് പാകിസ്ഥാനെ കീഴടക്കാൻ നമുക്ക് സാധിച്ചു. 2001 LCA തേജസ് അല്ലെങ്കിൽ ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് തേജസ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യയുടെ സ്വന്തം തേജസ് വിമാനം ആകാശത്തൂടെ സ്വതന്ത്രമായി പറക്കാൻ തുടങ്ങി. അതേ വർഷം തന്നെ ലോകത്തെ ഇന്ത്യ ഒന്നുകൂടെ ഞെട്ടിച്ചു. ബ്രഹ്മോസ് മിസൈലിലൂടെ സ്വന്തമായി ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഇന്ത്യക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഇന്ത്യ ഒറ്റയ്ക്കല്ല സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഉണ്ടാക്കിയെടുത്തത്. അന്ന് ഇന്ത്യയെ സഹായിക്കാൻ സോവിയറ്റ് യൂണിയനും ഉണ്ടായിരുന്നു. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ചരിത്രമാണ് ബ്രഹ്മോസിൻ്റെ കണ്ടുപിടുത്തം. എങ്ങനെയാണ് സോവിയറ്റ് യൂണിയനുമായി ചേർന്ന് ഇന്ത്യ അത്തരത്തിലുള്ള ഒരു ആയുധം ഉണ്ടാക്കിയെടുത്തത്. ലോകത്തിൽ തന്നെ ഏറ്റവും ഭീകരമായിട്ടുള്ള ആയുധങ്ങൾ ഒന്നായി ആ കാലഘട്ടത്തിൽ ശത്രു രാജ്യങ്ങൾ പോലും വിശേഷിപ്പിച്ചിരുന്നു. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. താല്പര്യമുള്ളവർ ഒന്ന് പരിശോധിച്ച് നോക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ 2004 ഇലക്ഷൻ നടത്തി. ഇലക്ഷൻ നടത്തിയത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു. അതിനു മുമ്പ് വരെ ബാലറ്റ് പെട്ടിക്കകത്ത് നമ്മൾ വോട്ട് ചെയ്തിടും. ഒടുവിൽ അതെല്ലാം കുത്തിയിരുന്ന് എണ്ണണം. എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ എണ്ണാൻ സാധിക്കുന്ന, എളുപ്പത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുന്ന മറ്റൊരു മെഷീൻ ഇന്ത്യ ആദ്യമായി ഇന്ത്യയുടെ ജനറൽ ഇലക്ഷനിൽ ഉപയോഗിച്ചു. EVM അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. 2008 ഇന്ത്യയുടെ ചന്ദ്രയാൻ ഫസ്റ്റ് മിഷൻ നടന്നത്. അന്നേ വരെ ഇന്ത്യ വിക്ഷേപിച്ചിട്ടുള്ള സാറ്റലൈറ്റുകൾക്കൊക്കെ ഭൂമിക്ക് ചുറ്റും ഒന്ന് കറങ്ങാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ.
എന്നാൽ ആദ്യമായി ഇന്ത്യ ഒരു സാറ്റലൈറ്റിനെ അങ്ങ് ചന്ദ്രനിലേക്ക് അയച്ചു. ചന്ദ്രനെ ചുറ്റി അത് കറങ്ങാൻ തുടങ്ങി. അതിന് പിന്നീട് ഒരുപാട് പരീക്ഷണങ്ങളും പഠനങ്ങളുമൊക്കെ ചന്ദ്രനിൽ നടത്താൻ സാധിച്ചു. ആ പരീക്ഷണത്തിൻ്റെയൊക്കെ ഭാഗമായി ചന്ദ്രനിൽ ആദ്യമായി ജലത്തിൻ്റെ കണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്താൻ ചന്ദ്രയാൻ 1 കഴിഞ്ഞു. അന്ന് ആ പരീക്ഷണത്തിൽ അമേരിക്ക ഇന്ത്യയെ സഹായിച്ചിരുന്നു. അമേരിക്കയുടെ ഒരു പേലോഡ് ചന്ദ്രയാൻ 1 ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പേലോഡ് ഉപയോഗിച്ചിട്ടാണ് ചന്ദ്രൻ്റെ പ്രതലത്തിൽ നിന്നും നമുക്ക് ജലകണങ്ങൾ അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂളുകൾ കണ്ടെത്താൻ കഴിഞ്ഞത്. ചരിത്രത്തിൽ ആദ്യമായി ചന്ദ്രൻ്റെ പ്രതലത്തിൽ ജലകണങ്ങൾ ഉണ്ടെന്ന് തെളിയിച്ചത് ഇന്ത്യയും അമേരിക്കയും കൂടിയായിരുന്നു. അത് ശരിക്കും എക്കാലത്തേക്കും ഓർത്തിരിക്കാൻ സാധിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ കണ്ടെത്തലുകൾ ഒന്നാണ്. ചന്ദ്രനിൽ ഭാവിയിൽ നമ്മൾ പല കാര്യങ്ങളും കണ്ടെത്തുമായിരിക്കും. പക്ഷേ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ജലകണത്തിൻ്റെ കണ്ടെത്തൽ അത് ഇന്ത്യയുടെ ക്രെഡിറ്റിലായിരിക്കും, ഇന്ത്യയുടെയും അമേരിക്കയുടെയും ക്രെഡിറ്റിലായിരിക്കും. അത് ആർക്കും ഒരിക്കലും മറക്കാൻ സാധിക്കുന്ന ഒരു കണ്ടുപിടുത്തമല്ല. 2009 ഇന്ത്യ വിജയകരമായി INS അരിഹന്ത് ലോഞ്ച് ചെയ്തു. അതൊരു സബ്മറൈനാണ്, സമുദ്രത്തിൻ്റെ അടിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു യുദ്ധ സബ്മറൈൻ. ആ സബ്മറൈൻ ഒരു പ്രത്യേകതയുണ്ട്. അതിൽ ഒരു ന്യൂക്ലിയർ മിസൈലിനെ ഘടിപ്പിക്കാൻ സാധിക്കും. ആ ന്യൂക്ലിയർ മിസൈൽ ഉപയോഗിച്ച് ശത്രുക്കളെ ആക്രമിക്കാനും കഴിയും. ആ ന്യൂക്ലിയർ മിസൈൽ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ചെടുത്തതായിരുന്നു. 2012 ഇന്ത്യ അഗ്നി 5 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. അതൊരു ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ്, ഭൂഖണ്ഡാന്തര മിസൈൽ. 5000 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിൻ്റെ ബേസ് സ്റ്റേഷനിൽ പോലും ആക്രമിക്കാൻ നമുക്ക് ഈ മിസൈൽ ഉപയോഗിച്ച് സാധിക്കും. 2013 മംഗൾയാൻ വിക്ഷേപിച്ചു. ചന്ദ്രനിൽ നമ്മൾ പോയി. ഇനി നമുക്ക് പോകാനുണ്ടായിരുന്നത് ചൊവ്വാഗ്രഹമായിരുന്നു. ആ ചുവന്ന ഗ്രഹത്തിലേക്ക് നമ്മുടെ ഒരു കുഞ്ഞു പേടകത്തെ 2013 അയച്ചു. ഒരു വർഷം കഴിഞ്ഞ് 2014 മംഗൾയാൻ ചൊവ്വാഗ്രഹത്തിലെത്തി. ചൊവ്വാഗ്രഹത്തിൽ ലാൻഡ് ചെയ്യുന്ന ഒരു മിഷനായിരുന്നില്ല, അത് ചൊവ്വാഗ്രഹത്തെ ചുറ്റി കറങ്ങാൻ തുടങ്ങി. ചൊവ്വാഗ്രഹത്തിൽ നിന്നും ഒരുപാട് ഡേറ്റകൾ എടുത്ത് ചൊവ്വാഗ്രഹത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും സാധിച്ചു. ചൊവ്വാഗ്രഹത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മംഗൾയാന് പഠിക്കാൻ സാധിച്ചത്, എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് ഇന്ത്യ നടത്തിയത്, അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഗ്രാഫിക്സൊക്കെ ഉപയോഗിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കുക. അന്ന് മംഗൾയാൻ മിഷൻ ഇന്ത്യക്ക് ഒരു വലിയ റെക്കോർഡ് കൂടി സമ്മാനിച്ചു. പല രാജ്യങ്ങളും ചൊവ്വാഗ്രഹത്തിലേക്ക് പോയിട്ടുണ്ട്, അവിടെ സ്പേസ് ക്രാഫ്റ്റ് വലം വെച്ച് കറങ്ങിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ എല്ലാം ആദ്യ പരീക്ഷണം ഒരു വലിയ പരാജയമായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ആദ്യ പരീക്ഷണമായ മംഗൾയാൻ ഒരു പരാജയമേ ആയിരുന്നില്ല, അതൊരു വലിയ വിജയമായിരുന്നു. അതുമാത്രമല്ല, എല്ലാ രാജ്യങ്ങളും വലിയ വലിയ തുകകൾ ഉപയോഗിച്ച് ചൊവ്വാഗ്രഹത്തിലേക്ക് പേടകങ്ങളെ അയച്ചപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തീർത്തും നിസ്സാരമായിട്ടുള്ള ഒരു തുക ഉപയോഗിച്ചിട്ടാണ് ആദ്യ പരീക്ഷണം തന്നെ ഇന്ത്യക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. മംഗൾയാൻ മിഷൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു. എന്നാൽ ആ ദൗത്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയെ കളിയാക്കാനും ചില രാജ്യങ്ങൾ ശ്രമിച്ചു. ന്യൂയോർക്ക് ടൈംസിൻ്റെ പത്രത്തിൽ അന്നൊരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു വന്നു. ഒരു എലൈറ്റ് സ്പേസ് ക്ലബിൻ്റെ ഉള്ളിൽ സ്യൂട്ടൊക്കെ ധരിച്ചുകൊണ്ട് പണക്കാരെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ആളുകൾ ഇരിക്കുന്നു. വെളിയിൽ നിന്ന് ഒരാൾ ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വളരെ പാവപ്പെട്ട ഒരു ഇന്ത്യൻ കർഷകനാണ്. ഇന്ത്യൻ കർഷകൻ്റെ ഒപ്പം ഒരു പശുവുമുണ്ട്. കൃഷിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ദരിദ്രരായിട്ടുള്ള ഇന്ത്യക്കാർക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത ഒരു ദൗത്യം ചെയ്തു എന്നൊരു അർത്ഥം, ഒരു ഇന്നർ മീനിങ് അന്ന് ആ കാർട്ടൂൺ ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള ഒരു കോൺട്രവേഴ്സി ആയിട്ട് ആ കാലഘട്ടത്തിൽ മാറിയിരുന്നു. 2016 ഇന്ത്യൻ GPS ആയ നാവിക് വിജയകരമായി കമ്മീഷൻ ചെയ്തു. 1999 യുദ്ധം നടന്ന സമയത്ത് GPS-ൻ്റെ ഡേറ്റ അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയിരുന്നില്ല. ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഇന്ത്യ സ്വന്തമായി ഒരു GPS ഉണ്ടാക്കിയെടുത്തു. ഇന്ത്യൻ GPS എന്നൊക്കെ പറയുമെങ്കിലും ശരിക്കും GPS-ൻ്റെ അത്രയും ഫീച്ചേഴ്സൊന്നുമില്ല. ഇത് ശരിക്കും ഒരു ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ല. ഇന്ത്യയുടെ ബൗണ്ടറിയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ആവശ്യത്തിനു വേണ്ടി ഒരുപാട് സാറ്റലൈറ്റുകളെ വിക്ഷേപിച്ചു. IRNSS അല്ലെങ്കിൽ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് ആ സാറ്റലൈറ്റുകളുടെ എല്ലാം കൂടിച്ചേർന്നിട്ടുള്ള സിസ്റ്റത്തിന് കൊടുത്തിരിക്കുന്ന പേര്. 2016 ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡ് പൂർത്തീകരിച്ചു. ഇന്ത്യക്ക് കരയിൽ നിന്നും വായുവിൽ നിന്നും ജലത്തിൽ നിന്നുകൊണ്ടും ന്യൂക്ലിയർ മിസൈലുകൾ വിക്ഷേപിക്കാൻ സാധിക്കും. 2019 ഇന്ത്യ മിഷൻ ശക്തി അല്ലെങ്കിൽ ASAT മിഷൻ വിജയകരമായി നടപ്പിലാക്കി. അതൊരു ആൻറ്റി സാറ്റലൈറ്റ് മിഷനാണ്. സാറ്റലൈറ്റ് ഉപയോഗിച്ച് ഭാവിയിൽ പല രാജ്യങ്ങളും ഇന്ത്യയെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സാറ്റലൈറ്റുകളെ തെരഞ്ഞു പിടിച്ച് ഇന്ത്യക്ക് നശിപ്പിക്കാൻ സാധിക്കണം.
അത്തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയായിരുന്നു ഇത്. അതിനുവേണ്ടി ഇന്ത്യ 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു സാറ്റലൈറ്റായ മൈക്രോസാറ്റ് 6നെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് അയച്ചു. അത് മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗതയിൽ ഭൂമിക്ക് ചുറ്റും കറങ്ങും. അങ്ങനെ കറങ്ങുന്ന ആ സാറ്റലൈറ്റിനെ ഇങ്ങ് ഭൂമിയിലുള്ള ബേസ് സ്റ്റേഷനിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് ആക്രമിക്കാൻ സാധിക്കണം, അതിനെ പൊട്ടിക്കാൻ സാധിക്കണം. അത് ശരിക്കും ഒരു എക്സ്പ്ലോസീവ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമായിരിക്കില്ല. ഇന്ത്യയുടെ സാങ്കേതികവിദ്യ ഒരു ഹിറ്റ് ആൻഡ് കിൽ ടെക്നോളജിയാണ്. അതായത് കൂട്ടിയിടിയിലൂടെ അത് പൊട്ടിത്തെറിക്കും, അത് നശിച്ചു പോകും, അല്ലാതെ എക്സ്പ്ലോസീവ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിനുവേണ്ടി DRDO മോഡിഫൈഡ് PDV-MK-2 ഇൻ്റർസെപ്റ്റർ മിസൈലാണ് ഉപയോഗിച്ചത്. ബഹിരാകാശത്തുകൂടി 1 മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന സ്പേസ് ക്രാഫ്റ്റിനെ ഇന്ത്യയുടെ 1 സെക്കൻഡിൽ 10 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈൽ പോയി ഇടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. അതിൻ്റെ ആക്യുറസി 10 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസമാണ് കാണിച്ചത്. അതായത് ഓൾമോസ്റ്റ് 100% സക്സസ് ആയിരുന്നു ആ ഒരു മിഷൻ. പക്ഷേ ലോകരാജ്യങ്ങൾ ഇന്ത്യയെ അനുമോദിക്കുകയല്ല ഉണ്ടായത്, മറിച്ച് ഇന്ത്യയെ അധിക്ഷേപിക്കുകയാണ് ഉണ്ടായത്, ഇന്ത്യയെ കുറ്റം പറയുകയാണ് ഉണ്ടായത്. ഇന്ത്യ ഇപ്പോൾ കാണിച്ചത് ഒരു വലിയ മണ്ടത്തരമാണ്. അങ്ങനൊരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള അനവധി സ്പേസ് ക്രാഫ്റ്റുകളെ അത് ബാധിക്കും. കാരണം ഈ ഒരു സ്ഫോടനത്തെ തുടർന്ന് ഒരുപാട് ചെറു കഷ്ണങ്ങൾ ആ ഒരു സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് വേർപെട്ട് മാറി അത് പല സ്പേസ് ക്രാഫ്റ്റുകളെയും പോയി ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യൻ ഗവേഷകർ പറഞ്ഞു അങ്ങനൊന്നും നടക്കില്ല, ഞങ്ങളുടെ ഡിസൈൻ കൃത്യമായിരുന്നു, അവിടെ നിന്നുണ്ടാകുന്ന ഡെബ്രിസിൻ്റെ വലിപ്പം വളരെ വളരെ ചെറുതാണ്, അത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തി ഇല്ലാതെയാകും. അമേരിക്കയൊന്നും ആ ഘട്ടത്തിൽ ഇത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അമേരിക്കൻ ഗവേഷകർ പറഞ്ഞതല്ല ശരി, ഇന്ത്യൻ ഗവേഷകർ പറഞ്ഞതാണ്, ഇന്ത്യൻ ഗവേഷകർ ചെയ്തതാണ് ശരിയെന്ന് ലോകരാജ്യങ്ങൾ തന്നെ മനസ്സിലാക്കി. അന്നുവരെ ലോകത്ത് 3 രാജ്യങ്ങൾ മാത്രമായിരുന്നു ഒരു ആൻറ്റി സാറ്റലൈറ്റ് വെപ്പൺ ഉണ്ടാക്കിയത്: അമേരിക്ക, റഷ്യ, ചൈന. ആ 3 രാജ്യങ്ങളോടൊപ്പം പിന്നീട് ഇന്ത്യയുടെ പേര് കൂടി എഴുതി ചേർത്തു. 2019 ഇന്ത്യ ചന്ദ്രയാൻ 2 ദൗത്യം വിക്ഷേപിച്ചു. അതൊരു വലിയ വിജയമായിരുന്നു. പലപ്പോഴും അതൊരു പരാജയമാണെന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അതൊരു പരാജയമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അതിൻ്റെ 95% വിജയമായിരുന്നു. 5% മാത്രമാണ് പരാജയപ്പെട്ടത്. അവിടെ ഒരു ലാൻഡറിനെ മാത്രമല്ല നമ്മൾ എത്തിക്കാൻ ശ്രമിച്ചത്, മറിച്ച് ഒരു ഓർബിറ്ററിനെ കൂടി എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ഓർബിറ്റ് അവിടെ കൃത്യമായിട്ടെത്തി. അത് പിന്നീട് വർഷങ്ങളോളം ചന്ദ്രന് ചുറ്റും വലം വെച്ചു. അവിടെ നിന്ന് ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്തു. അവിടേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ വിക്രം ലാൻഡറിനെ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല. ആ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതിൽ മാത്രമാണ് വീഴ്ച സംഭവിച്ചത്. 2020 ലോകത്ത് മുഴുവനും കോവിഡ് വ്യാപിച്ചപ്പോൾ ഇന്ത്യ ശരിക്കും ഒരു വാക്സിൻ ഫാക്ടറി ആയിട്ട് പ്രവർത്തിച്ചു. ലോകത്തിൽ എന്തെങ്കിലും ഒരു രോഗബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു പാൻഡമിക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു രക്ഷകനായിട്ട് വരാൻ പോകുന്നത് അമേരിക്കയല്ല, മറിച്ച് ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യമാണെന്ന് ലോകരാജ്യങ്ങൾ ആ ഘട്ടത്തിൽ മനസ്സിലാക്കി. അമേരിക്കയ്ക്ക് പോലും ആവശ്യമായിട്ടുള്ള ഡ്രഗ്സ് ഉണ്ടാക്കിയെടുക്കാനും അത് കയറ്റുമതി ചെയ്യാനും ആ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് സാധിച്ചു. ഇന്ത്യയുടെ ഭാരത് ബയോടെക് എന്ന സ്ഥാപനം സ്വന്തമായി ഇന്ത്യയിൽ വെച്ച് തന്നെ കോവാക്സിൻ ഉണ്ടാക്കിയെടുത്തു. അത് വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. അതുപോലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് മാസ്സായിട്ട് കോവിഷീൽഡ് എന്ന വാക്സിനും ഉണ്ടാക്കി ലോകരാജ്യങ്ങൾക്ക് സപ്ലൈ ചെയ്തു. 2022 ഇന്ത്യ ആദ്യമായി INS വിക്രാന്ത് എന്ന വിമാനവാഹിനി കപ്പലിനെ കമ്മീഷൻ ചെയ്തു. 2022 ഇന്ത്യയിലും 5G വന്നു. ഇന്ത്യ സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുത്ത 5G ടെക്നോളജി സ്റ്റാക്ക്. ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ 5G കവറേജ് ഉണ്ട്. 2023 ചന്ദ്രയാൻ 3 ഇന്ത്യക്ക് വിജയകരമായി വിക്ഷേപിക്കാൻ സാധിച്ചു. അന്നുവരെ ചന്ദ്രനിൽ കൃത്യമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള 3 രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. അതുമാത്രമല്ല, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തോട് ചേർന്നുള്ള പ്രദേശങ്ങൾ അന്നുവരെ ആരും സോഫ്റ്റ് ലാൻഡ് ചെയ്തിരുന്നില്ല. ഇന്ത്യ ദക്ഷിണ ധ്രുവത്തോട് ചേർന്നുള്ള മേഖലയിലാണ് സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. അതേ വർഷം തന്നെ ലോകത്തെ ഒന്നുകൂടി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ആദിത്യ L1 മിഷൻ വിജയകരമായിട്ട് വിക്ഷേപിച്ചു. ആദിത്യ L1 മിഷൻ ഒരു സോളാർ ഒബ്സർവേറ്ററി മിഷനാണ്. ഭൂമിയുടെ ചുറ്റുമുള്ള ലഗ്രാഞ്ചി പോയിന്റിൽ പോയി നിന്നുകൊണ്ട് നമുക്ക് സൂര്യനിൽ പഠനങ്ങൾ നടത്താം. സൂര്യൻ്റെ അപ്പർ അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള കൊറോണയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുന്നത്, സൂര്യനിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന തീവ്രമായിട്ടുള്ള കൊറോണൽ മാസ് ഇജക്ഷൻ കാരണം ഭൂമിയിലെ സാറ്റലൈറ്റുകൾക്ക് എന്തൊക്കെ സംഭവിക്കാം, എന്താണ് ശരിക്കും കൊറോണൽ മാസ് ഇജക്ഷൻ,
ഇത്തരത്തിൽ ഉത്തരമില്ലാത്ത അനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഇപ്പോഴും ആദിത്യ L1 കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിത്യ L1 ഒരു വലിയ വിജയമായിരുന്നു. 2024 പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നടന്നത്. അതിലൊന്ന് മിഷൻ ദിവ്യാസ്ത്ര അല്ലെങ്കിൽ നമ്മുടെ ദിവ്യാസ്ത്രം. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അഗ്നി 5 MIRV. അഗ്നി 5-ൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ ടെക്നോളജി കൂടി ഉപയോഗിച്ചിട്ടുള്ള മാരകമായ ഒരു ആയുധം. രണ്ടാമത്തത് DRDOയുടെ ലോങ് റേഞ്ചിലുള്ള അല്ലെങ്കിൽ വളരെയധികം അകലെയുള്ള ഡെസ്റ്റിനേഷനിലേക്ക് തൊടുക്കാൻ സാധിക്കുന്ന ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളുടെ പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം ഒരു വിജയമായി മാറി. ആദിത്യ L1-നെ 2023 വിക്ഷേപിച്ചാണ്. എന്നാൽ വിജയകരമായിട്ട് അത് ഹാലോ ഓർബിറ്റിൽ എത്തിച്ചേർന്നത് 2024 2025 മധ്യത്തോടുകൂടി ഇന്ത്യ വിജയകരമായി നിസാർ സാറ്റലൈറ്റിനെ വിക്ഷേപിച്ചു. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് നാസയുടെയും ഇസ്രോയുടെയും ചേർന്നിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു. നിസാറിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റ് എന്നാണ്. ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാർ സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ്. ഭൂമിയുടെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ ഇതെടുക്കും. ആ ചിത്രങ്ങളിലൂടെ ഭൂമിയിൽ നടക്കാൻ പോകുന്ന നാച്ചുറൽ ഹസാർഡ്സിനെ മുൻകൂട്ടി നമുക്ക് അറിയാൻ കഴിയും. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, പരിശോധിക്കുക. ഇനി നമുക്ക് സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില മിഷനുകളെ ഒന്ന് പരിചയപ്പെടാം. അക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഗഗൻയാൻ മിഷനാണ്. ഗഗൻയാൻ മിഷൻ്റെ ആദ്യത്തെ ട്രയലുകൾ 2026 തന്നെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2025 ആദ്യം അത് പ്ലാൻ ചെയ്തിരുന്നത്. G1 G2 ട്രയലുകളാണ് നടക്കുക. G1 G2 ട്രയലുകളിലൂടെ മനുഷ്യരെ ആ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് ബഹിരാകാശത്തേക്ക് അയച്ചാൽ അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു പുറമെ എസ്കേപ്പ് വെഹിക്കിൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നും അറിയാൻ സാധിക്കും. ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വളരെ ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു പേടകത്തിൻ്റെ ഉള്ളിലുള്ള ഗഗൻയാത്രി എന്നാണ് നമ്മൾ ഇന്ത്യക്കാരയക്കുന്ന ആസ്ട്രോനോട്ട്സിനെ വിളിക്കുന്നത്. ഗഗൻയാത്രികൾക്ക് എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ അവർക്ക് സ്വയം ഒരു പാനിക് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. അല്ലെങ്കിൽ അവരിരിക്കുന്ന ആ ചെറിയ മൊഡ്യൂൾ ആ മൊത്തത്തിലുള്ള പേടകത്തിൽ നിന്ന് വേർപെട്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് അവർക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കും. അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ട്രയലിലൂടെ മനസ്സിലാക്കാം. ചന്ദ്രയാനും മംഗൾയാനും പിന്നെ ഗഗൻയാനും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് സമുദ്രമാണ്. സമുദ്രത്തെ കീഴടക്കാനായിട്ട് നമുക്ക് ഒരു പ്രത്യേക മിഷൻ തന്നെയുണ്ട്. അതാണ് സമുദ്രയാൻ. മത്സ്യ 6000 എന്നാണ് ആ മിഷന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഏകദേശം 6000 മീറ്റർ ആഴങ്ങളിലേക്ക് നമ്മൾ ആദ്യം ട്രയൽ രൂപേണ ഒരു പേടകത്തെ അയക്കും. അതിനുശേഷം മനുഷ്യരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പേടകത്തെ ആയിരിക്കും അയക്കുക. സമുദ്രത്തെക്കുറിച്ച് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മളെല്ലാവരും എപ്പോഴും സംസാരിക്കുന്നത് ബഹിരാകാശത്തെക്കുറിച്ചാണ്. എന്നാൽ നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയുടെ കരയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും നമുക്കറിയില്ല. ശാസ്ത്രം അതിൽ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുമില്ല. സമുദ്രത്തിൻ്റെ ആഴങ്ങളിലുള്ള മറ്റൊരു ലോകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഈ മിഷൻ ഉറപ്പായിട്ടും നമ്മളെ സഹായിക്കും. ചന്ദ്രയാൻ 3ൻ്റെ വിജയത്തിന് ശേഷം ഇന്ത്യ ചന്ദ്രയാൻ 4 വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയാൻ 4 ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ആർക്കിടെക്ചറൽ ഡിസൈനും അപ്രൂവലും അതിൻ്റെ ബഡ്ജറ്റും ഒക്കെ 2026 ചർച്ചാ വിഷയമാവുക. 2028 നമുക്ക് ചന്ദ്രയാൻ 4 വിക്ഷേപിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബഹിരാകാശത്ത് നിന്നുകൊണ്ട് ഭൂമിയെക്കുറിച്ച് പഠിക്കാനും മറ്റ് പല എക്സ്പെരിമെൻറ്റുകളും നടത്താനും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ട്. ഇൻ്റർനാഷണൽ എന്നൊക്കെയാണ് പേരില്ലെങ്കിൽ പോലും ശരിക്കും എല്ലാ രാജ്യങ്ങൾക്കും അവിടെ സ്ഥാനമില്ല. ഇന്ത്യ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ ഒരു ഘട്ടത്തിലും ഉപയോഗിച്ചിട്ടില്ല. ഇന്ത്യ സ്വന്തമായി ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതാണ് BAS അല്ലെങ്കിൽ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇന്ത്യ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യ പരീക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷം തുടക്കത്തിൽ അതിൻ്റെ ആദ്യ പരീക്ഷണമായിട്ടുള്ള സ്പേഡെക്സ് മിഷൻ നമ്മൾ നടത്തിയിരുന്നു. സ്പേഡെക്സ് മിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ 2 വ്യത്യസ്തമായിട്ടുള്ള സാറ്റലൈറ്റുകളെ ബഹിരാകാശത്തേക്ക് അയച്ചു. രണ്ടും ശക്തമായ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അതിനുശേഷം രണ്ടിനെയും ബഹിരാകാശത്ത് വെച്ച് നമ്മൾ ഡോക്ക് ചെയ്തു, അല്ലെങ്കിൽ പരസ്പരം കൂട്ടി യോജിപ്പിച്ചു. പറയുമ്പോൾ വളരെ എളുപ്പമാണെങ്കിലും അതത്ര എളുപ്പമുള്ള ഒരു ദൗത്യമൊന്നുമല്ല. കാരണം രണ്ടും ബഹിരാകാശത്തിലൂടെ അതിശക്തമായിട്ടുള്ള വേഗതയിൽ സഞ്ചരിക്കുകയാണ്. രണ്ടിൻ്റെയും വേഗത തുല്യമാക്കണം. അതിൻ്റെ പൊസിഷൻ കൃത്യം പാരലൽ ആയിരിക്കണം.
അതിനുശേഷം രണ്ടും അടുത്തടുത്ത് വരണം. അങ്ങനെ അത് കൃത്യമായിട്ട് കൂട്ടി യോജിക്കപ്പെടണം. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇത്തരത്തിൽ ഡോക്കിങ്ങിലൂടെയാണ് നിർമ്മിച്ചത്. നമുക്കൊരു സ്പേസ് സ്റ്റേഷനെ നേരെ അപ്പാടെ എടുത്ത് ബഹിരാകാശത്ത് കൊണ്ടുപോയി വെക്കാനൊന്നും കഴിയില്ല. അതിൻ്റെ പല പല ഭാഗങ്ങൾ വേണം ആദ്യം സ്പേസിലേക്ക് എത്തിക്കാൻ. അതിനുശേഷം ഈ ബഹിരാകാശത്ത് വെച്ച് ഓരോ കഷ്ണങ്ങളും പരസ്പരം ഡോക്കിങ്ങിലൂടെ ചേർത്ത് വെക്കണം. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനും നമ്മൾ അങ്ങനെയാണ് യോജിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടി വലിയ വിജയമായിരുന്നു. ഇനിയും തുടർ പരീക്ഷണങ്ങൾ 2026 തന്നെ നടപ്പിലാക്കുമെന്നാണ് ഇസ്രോ പറയുന്നത്. 2026 ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അത് യാഥാർത്ഥ്യമാകില്ല. അതിന് കുറച്ചുകൂടെ വർഷങ്ങൾ വേണ്ടിവരും. എന്നാൽ വളരെ നിർണായകമായിട്ടുള്ള പ്രോസസ്സുകളൊക്കെ 2026 തുടരുന്നതാണ്. നിലവിൽ ഇന്ത്യ ഒരു വികസ്വര രാജ്യമാണ്, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രിയാണ്. പൂർണ്ണമായിട്ടും വികസിച്ചിട്ടില്ല, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വികസിച്ചുകൊണ്ടിരുന്നിരുന്ന് എപ്പോഴാണ് ഇന്ത്യ പൂർണ്ണമായിട്ടും വികസിക്കുന്നത്? ഇന്ത്യ ഒരു വർഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, 2047. വികസിത് ഇന്ത്യ 2047 എന്ന പേരിൽ ഒരു മിഷൻ തന്നെയുണ്ട്. 2047 ആകുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷങ്ങൾ പിന്നിടും. 100 വർഷങ്ങൾ പിന്നിടുന്ന ആ ഘട്ടത്തിൽ ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് കൺട്രിയാക്കി മാറ്റിയെടുക്കാനുള്ള പദ്ധതിയാണ് വികസിത് ഇന്ത്യ 2047. ഒരു ഡെവലപ്ഡ് കൺട്രി ആകുക എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. അതിനൊരുപാട് പണിയുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ മാത്രം വികസിച്ചുകൊണ്ട് കാര്യമില്ല. എല്ലാ മേഖലയും ഒരേപോലെ തന്നെ വികസിക്കണം. സാമൂഹികമായിട്ടുള്ള വികസനം വേണം, സാമ്പത്തികമായിട്ടുള്ള വികസനം വേണം, പാരിസ്ഥിതികമായിട്ടുള്ള വികസനം വേണം. എല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ GDP കുത്തനെ ഉയരണം. പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ സാധിക്കണം. ഇന്ത്യയിലുള്ള സകല പൗരന്മാർക്കും ഒരേപോലെ ക്വാളിറ്റിയുള്ള ജീവിതം ഉണ്ടാക്കിയെടുക്കണം. ഈ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി 2047 ഇന്ത്യയുടെ മൊത്തം GDP $30 ട്രില്യൺ മുതൽ $40 ട്രില്യൺ വരെയായി ഉയരണം. പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ ആളോഹരിയിലുള്ള ഇന്ത്യയുടെ വരുമാനം അത് $15,000 മുതൽ $18,000 ആയിട്ട് ഉയരണം. അതിനോടൊപ്പം ഇന്ത്യയിലുള്ള സകല വ്യക്തികൾക്കും ഏറ്റവും ഉയർന്ന ക്വാളിറ്റിയിലുള്ള വിദ്യാഭ്യാസം ലഭ്യമാകണം, ഹെൽത്ത് കെയർ ലഭ്യമാകണം, ശുദ്ധജലവും ലഭ്യമാക്കണം. ദാരിദ്ര്യം പൂർണ്ണമായി തുടച്ചു നീക്കുന്നതിൻ്റെ ഭാഗമായി പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള സമൂഹത്തെ നമ്മുടെ ഫൈനാൻഷ്യൽ എയ്ഡുകൾ ലഭ്യമാക്കുന്ന രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം. അതങ്ങനെ തുടർച്ചയായിട്ട് പോകണമെങ്കിൽ അവർക്ക് സ്കിൽസ് ഉണ്ടാകണം. സ്കിൽഡായിട്ടുള്ള ജോലികൾ ചെയ്ത് അവർക്ക് സ്വയം പണം ഉണ്ടാക്കാൻ സാധിക്കണം. ഈ വിഷൻ യാഥാർത്ഥ്യമാക്കാനായി ഗവൺമെൻറ് 4 പില്ലേഴ്സാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൊന്ന് യുവാക്കൾക്ക് ഇൻഡസ്ട്രിയിൽ ആവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. കൂടാതെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനും അത് വിജയിപ്പിക്കാനുമുള്ള ഒരു കഴിവ് അവർക്കുണ്ടാകണം. അതിനുപരി അതിനുള്ള സാധ്യതകൾ കൂടി അവരുടെ മുൻപിലേക്ക് വെച്ചു കൊടുക്കണം. രണ്ടാമത്തെ പില്ലർ ഗരീബ്, ദാരിദ്ര്യം പൂർണ്ണമായി തുടച്ചു നീക്കണം. മൂന്നാമത്തത് മഹിളയാൻ, സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരണം. പുരുഷന്മാർക്ക് കിട്ടുന്നത് പോലെയുള്ള അവസരങ്ങൾ അവർക്കും ലഭ്യമാക്കണം. നാലാമത്തതും അവസാനത്തതുമായിട്ടുള്ള പില്ലറാണ് അന്നദാത. നമ്മുടെ എല്ലാം അന്നദാതാവായിട്ടുള്ള കർഷകരുടെ നിലവാരം ഉയർത്തണം. അവർക്ക് ഏറ്റവും ഉയർന്ന ടെക്നോളജിയിൽ കൃഷി ചെയ്യാൻ സാധിക്കണം, വിളവെടുക്കാൻ സാധിക്കണം. അവരുടെ കൃഷി രീതിയിലൂടെ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ഇതിന് പിന്നാലെ വേറെയും ചില അഡീഷണൽ മിഷനുകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലൊന്നാണ് ടെക്നോളജിക്കൽ അഡാപ്റ്റേഷൻ. സാങ്കേതികവിദ്യ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. വളർന്നു വരുന്ന സാങ്കേതികവിദ്യയെ അഡോപ്റ്റ് ചെയ്യാനും അതനുസരിച്ച് വിവിധ മേഖലകൾ വികസനം ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഗവൺമെൻറ്. നിലവിൽ ഇന്ത്യയിൽ അനവധി സ്മാർട്ട് സിറ്റികളുണ്ട്. ആ സ്മാർട്ട് സിറ്റികൾ ഇപ്പോഴുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വികസിപ്പിക്കണം. കൂടുതൽ സിറ്റികളെ സ്മാർട്ട് സിറ്റി ഗണത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം. വികസനം കുതിച്ചുയരുമ്പോൾ നമ്മുടെ പരിസ്ഥിതിയെ അത് ഒരു രീതിയിലും ഹനിക്കാൻ പാടില്ല. പരിസ്ഥിതിയെ ഹനിച്ചുകൊണ്ടുള്ള വികസനത്തിന് വലിയ നിലനിൽപ്പൊന്നും കാണില്ല. അതുകൊണ്ട് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ മിഷൻ. വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതികൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാണ് സ്കിൽ ഇന്ത്യ. സ്കിൽ ഇന്ത്യയിലൂടെ നമ്മുടെ യുവാക്കൾക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ ലഭ്യമാകുന്നു. അതിലൂടെ അവർക്ക് തൊഴിൽ സാധ്യത വർദ്ധിക്കുന്നു. രണ്ടാമത്തത് സ്റ്റാർട്ടപ്പ് ഇന്ത്യയാണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലൂടെ അവർക്ക് കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാനുള്ള അവസരങ്ങൾ ലഭ്യമാകും. സ്റ്റാർട്ടപ്പുകൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിക്ക് അനിവാര്യമാണ്. സ്റ്റാർട്ടപ്പുകളാണ് നാളത്തെ ഏറ്റവും വലിയ കമ്പനികളായിട്ട് മാറുന്നത്. PM ഗാഡി ശക്തിയിലൂടെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ജൽ ജീവൻ മിഷനിലൂടെ എല്ലാ ആളുകൾക്കും ശുദ്ധജലം ലഭ്യമാക്കും. ഇതിനെല്ലാം ഉപരിയായി നമ്മുടെ സ്വച്ഛ് ഭാരത് കൂടിയുണ്ട്. ഈ പറയപ്പെടുന്ന എല്ലാ മിഷനുകളും
ഒരേപോലെ ഒന്നിച്ചു മുന്നേറിയാൽ മാത്രമാണ് നമുക്കൊരു വികസിത ഭാരതം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. 1950 മുതലുള്ള ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ വളർച്ച പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വളർച്ചയാണ്. മുകളിലേക്ക് ഉയർന്ന് പിന്നെ താഴേക്ക് പോയി അങ്ങനെയൊന്നുമല്ല. അത് ശരിക്കും എക്സ്പോണൻഷ്യലായിട്ട് കുതിച്ചുയരുകയാണ്. അങ്ങനെ കുതിച്ചുയരുന്ന ഒരു സാമ്പത്തിക ശക്തിക്ക് ഉറപ്പായിട്ടും ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ജോലി അന്വേഷിച്ചിട്ടുള്ള ഇന്ത്യക്കാരുടെ വെളിരാജ്യങ്ങളിലേക്കുള്ള പ്രയാണം ഒരു ഘട്ടം കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് ഇല്ലാതെയാകുകയും എല്ലാവർക്കും ഇവിടെ നിലനിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ഈ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ അവൈലബിൾ ആണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ പരിശോധിക്കുക. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ മെയിലിലൂടെയോ നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇവയുടെ എല്ലാ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്.